ഇന്ന് നമ്മുടെ ഇഫ്താർ IMA പെരുന്തൽമണ്ണയുടെ ഇഫ്താർ മീറ്റിലേക്കും മീറ്റ് ദ കാൻഡിഡേറ്റ്സ് പരിപാടിയിലേക്കും എല്ലാവരെയും ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാം അറിയാം, April 26 നമ്മുടെ ലോക്സഭാ ഇലക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ഇലക്ഷനും മുന്നോടിയായിട്ട് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ പരിചയപ്പെടുന്ന ഒരു ചടങ്ങുകൾ വെക്കാറുണ്ട്. അത് ഈ ഇഫ്താർ മീറ്റോട് അനുബന്ധിച്ച് നമ്മൾ വെച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാ കാൻഡിഡേറ്റ്സിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ താമസിയാതെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ നമ്മുടെ BJPയുടെ കാൻഡിഡേറ്റ് ഡോക്ടർ അബ്ദുൽ സലാം സാറിനെ ഹാർദവമായി IMAയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നമ്മുടെ സീനിയർ ലീഡേഴ്സ് VUCD, ഡോക്ടർ KACD, സാമുൽ കോച്ച് സർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ എല്ലാ ഫ്രണ്ട്സും IMA ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ കൂടെ വന്ന ആരെയും പേരിട്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ വളരെ ഷോർട്ട് പരിപാടിയാണ്. കാര്യം ഈ ഇഫ്താർ മീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 15-20 മിനിറ്റ്സ് കൊണ്ട് തീർക്കേണ്ട ഒരു പരിപാടിയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. നമ്മൾ IMA എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ ഒരു അസോസിയേഷനാണ്. ഈ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെയും അവരുടെ അതുപോലെ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ എല്ലാം കൂടെ ഒരു അസോസിയേഷനാണ് IMA. IMA ആണ് ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർമാരുടെ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരുടെ അസോസിയേഷൻ. ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങളുടെ GV ഉണ്ടാവും, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങുകൾ ഉണ്ടാവും, പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കമ്മിറ്റികളുണ്ട്, കമ്മിറ്റികളുടെ മീറ്റിംഗ് ഉണ്ടാവും. ഏകദേശം 1100ഓളം മെമ്പർമാരുള്ള ഒരു അസോസിയേഷനാണ് IMA പെരുന്തൽമണ്ണ ബ്രാഞ്ച്. അപ്പം അത് ഈ ഇവിടെ നമ്മൾ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുജനങ്ങളുമായിട്ട് സർ പ്ലീസ് സർ നമ്മൾ പൊതുജന ആരോഗ്യ രംഗവുമായിട്ട് പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപെട്ട് വർക്ക് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ മലപ്പുറം ജില്ലയിൽ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയത്ത് അതിലൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് ഇടപെടാറുണ്ട്. അതേപോലെ തന്നെ ഈ ഡോക്ടർമാരുടെ ക്ഷേമത്തിനായിട്ട് ഉള്ള കാര്യങ്ങളിലും നമ്മൾ ആക്റ്റീവായിട്ട് ഇടപെടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഞങ്ങളുടെ ജീവിയിൽ സാധാരണ ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ കാൻഡിഡേറ്റിൻ്റെ സംസാരത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് നമ്മുടെ ഈ ജീവിയുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത്, നമ്മൾ ഈ വെക്കേഷനിൽ നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം നടത്താറുണ്ട്, കിഡ്സ് സമ്മർ ക്യാമ്പ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചെയർപേഴ്സണെ കണ്ടുപിടിക്കണം, ഒരു കൺവീനർ വേണം. പിന്നെ നമ്മുടെ SWC മീറ്റിംഗ് വരുന്നത് August 18. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഡിസ്കഷൻ ഉണ്ടാവും. പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നമ്മൾ തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു യജ്ഞത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ ഉണ്ടാവും. പിന്നെ ഡോക്ടേഴ്സിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ ഉണ്ടാവും. പിന്നെ വേൾഡ് ഹെൽത്ത് ഡേ വരുന്നുണ്ട് April 7. അതിനെക്കുറിച്ചുമൊക്കെ ഒരു ഇന്നത്തെ GB നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇന്നത്തെ GB തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി അടുത്ത പരിപാടി നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ ഒരു ഹ്രസ്വമായ പ്രസംഗമാണ്. കാൻഡിഡേറ്റ്സിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്നു. കൂടുതൽ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ അബ്ദുൽ സലാം. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും തീർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. Distinguished President of IMA Perindalmanna, Dr. Shaji,
Dr. Jayakrishan, Dr. Jenny, എൻ്റെ മുന്നിലിരിക്കുന്ന IMA ഫ്രട്ടേണിറ്റി, മറ്റ് സുഹൃത്തുക്കൾ, ആദ്യമായി IMA പെരിന്തൽമണ്ണയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയും ഒരു കാൻഡിഡേറ്റ് ഇൻട്രൊഡക്ഷന് വേണ്ടി ഈ അവസരം തന്ന 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മാത്രമേ ഞാനിവിടെ നിൽക്കൂ. അത്രയും സമയം എടുക്കത്തുള്ളൂ. ആ അസോസിയേഷനോട് നന്ദി പറയുന്നു. ഞാൻ മലബാറുമായിട്ട് ബന്ധപ്പെടുന്നത് 2011-15 കാലഘട്ടങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്നുള്ള നിലയിൽ ഇവിടെ സേവനം അനുഷ്ഠിച്ചപ്പോഴാണ് ആ ഓർമ്മകൾ, നല്ല ഓർമ്മകളും സ്വല്പം കഠിനമായ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിലും മലബാറിനോടും മലബാറിൻ്റെ മനുഷ്യരോടും മലബാറിൻ്റെ മണ്ണിനോടും മലബാറിൻ്റെ ടേസ്റ്റിനോടും ഒക്കെ എനിക്ക് വല്ലാത്ത ഒരു ആഗ്രഹവും ഒരു താല്പര്യവും ഉണ്ടായിരുന്നു. ഈ IMAയോട് എനിക്ക് പ്രത്യേക താല്പര്യമുള്ളത്, എൻ്റെ മൂത്ത മകളും ഒരു ഡോക്ടറാണ്. ഷീ ഈസ് വർക്കിംഗ് ആസ് എ ന്യൂറോളജിസ്റ്റ് ഇൻ ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ എനിക്ക് ഡോക്ടേഴ്സ് ഫ്രട്ടേണിറ്റിയോട് ഒരു സൗഹൃദമുണ്ട്. ഈ ഇന്ത്യയിലെ ഏത് രാജ്യത്തായാലും ഇന്റലക്ച്വൽസ് ഏറ്റവും കൂടുതൽ വന്ന് നിറയുന്ന ഒരു മേഖലയാണ് ഡോക്ടേഴ്സ് മേഖല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ സേവനത്തെ പറ്റി ഒക്കെ നമുക്കറിയാം. അതൊന്നും അല്ല ഞാൻ പറയാൻ. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിലെ മുഖ്യ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ മലപ്പുറം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ NDA കാൻഡിഡേറ്റ് എന്നുള്ള പദവി വഹിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. പ്രധാന ഉദ്ദേശം നിങ്ങളോടെല്ലാം നിങ്ങളുടെ വോട്ടവകാശം അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ ബുദ്ധിജീവികളായ ഡോക്ടേഴ്സിനോടും എഞ്ചിനീയേഴ്സിനോടും എന്തിന് ഇവിടുത്തെ സാധാരണ മനുഷ്യരോട് പോലും നമുക്ക് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിനോട് പറയുന്നത്, നിന്നെക്കാളും ഈ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി വിശകലനം ചെയ്ത് നല്ല അറിവുള്ള ഇവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കണം. കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ് ഇപ്പോൾ വളരെ പേടിച്ചാണ് പോകുന്നത്. കാര്യം ഇതിനകത്ത് ഗൂഗിള്, ChatGPT, ജെമിനി ഇവരൊക്കെ ഈ ടീച്ചർമാരെയാണ് പേടിപ്പെടുത്തുന്നത്. ഞാനിവിടെ നിന്ന് എൻ്റെ പാർട്ടിയെ പറ്റി വലുതായിട്ട് പറഞ്ഞാൽ അത് ഇവിടെ വരെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലും 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 അക്കാഡമിക്സ് മേഖലയിൽ നിന്ന് വിടാതെ വളരെ സ്റ്റുഡിയസ് ആയിട്ട് പഠിച്ച് BSc, MSc, PhD, പോസ്റ്റ് ഡോക്ടർ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഏതാണ്ട് 4 പതിറ്റാണ്ട് അധ്യാപന മേഖലയിൽ നിന്ന് അവസാനം ഒരു വൈസ് ചാൻസലറായി ലോകത്തെ ഏതാണ്ട് 20-ലധികം വിവിധ മേഖലകളിലും എല്ലാ കോണ്ടിനെന്റുകളിലും എക്സ്പോസ്ഡ് ആയ എനിക്ക് ഒരിക്കലും 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 ഒരു രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമില്ലായിരുന്ന ഞാൻ 2008-09 കാലം മുതലേ ഇന്നത്തെ പ്രധാനമന്ത്രിയെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. I was doing desk research. I was studying his vision, the mission, the action, the technology embracement. You know, the whole vision of Modiji എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആ മോഡിജിയുടെ ഭരണത്തിൻ്റെ മോഡല് പറയുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുത്ത പോളിസി മോഡിജി നാഷണൽ ലെവലിൽ എടുക്കുകയല്ലേ? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ മോഡിജി അതിനേക്കാളും ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് വന്നു. ഗ്രീൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഗ്രീൻ ഇന്ത്യ വന്നു. ഗ്രീൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സ്വച്ഛ് ഇന്ത്യ വന്നു. എവറിഥിങ് സ്മാർട്ട്, ടെക്നോളജി എനേബിൾഡ് ഗവേണൻസ് ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ മൈക്രോപ്രോസത്തെ ഞാൻ മാനേജ് ചെയ്തപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ the whole country is kept under his hands and his fingers. അതുള്ള അഡ്വാൻറ്റേജസ് നിങ്ങൾ 10 കൊല്ലം കണ്ടു കാണും. ഇവിടുത്തെ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഈ ജില്ലയിൽ 70% മുസ്ലിങ്ങളുള്ള ഈ ജില്ലയിൽ
കൂടുതൽ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയായിരുന്നുവെന്നും വ്യക്തമായി മോഡിയുടെ മനസ്സിലേക്ക് അറിയാമെന്നും 143 കോടി ജനങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോയി വൺ ഇന്ത്യ, വൺ പീപ്പിൾ, വൺ നേഷൻ, വൺ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഫിലോസഫി ട്രൂ ഫിലോസഫിയാണെന്നും എന്നോട് ആവശ്യപ്പെട്ടത് മാറി നിൽക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ കഴിയും, അവരോട് ഗവർണൻസ് വന്ന് ചേർന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിനു വേണ്ടി ഒക്കെയാണ് എന്നോട് പറഞ്ഞത്. ആ ഒരു യത്നത്തിന്റെ ഭാഗമായി ഞാനിവിടെ വന്നത്. എല്ലാ പ്രാവശ്യവും ഓപ്പോസിഷനിൽ നിന്ന് വാക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എംപിമാരെ ലോക്സഭയിൽ അയക്കണോ, അതോ ഭരിക്കുന്ന കക്ഷിയോട് ചേർന്ന് നിന്ന് ഭരണം പങ്കിട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും, ഞാൻ മൈനോറിറ്റി എന്ന് പറഞ്ഞ് ചുരുക്കാനല്ല എനിക്കിഷ്ടം, ഈ മലപ്പുറം ജില്ലയിലുള്ള 41 ലക്ഷം ജനങ്ങൾക്കും 15 ലക്ഷം വോട്ടർമാർക്കും ഗുണം വരുന്ന രീതിയിൽ മോഡിയുടെ ഡെവലപ്മെന്റ് റെവല്യൂഷന്റെ ഭാഗമാകാൻ നിങ്ങളുടെ വോട്ട് അത്യാവശ്യമാണെന്നും അത് നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കണമെന്നും മാത്രം പറയാനാണ് ഞാനിവിടെ വന്നത്. ആദ്യം ഞാൻ എംഫസൈസ് ചെയ്ത് പറയുന്നു, മോഡിജി മുസ്ലിങ്ങളുടെ ശത്രുവാണെന്നുള്ളത് പ്രതിപക്ഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണെന്നും 2 ദിവസം മുമ്പ് പാലക്കാട് നടന്ന സംഭവത്തെ ഊരിവെപ്പിച്ചത് മോഡിജി മുസ്ലിങ്ങളിൽ രണ്ട് തട്ടിലാണെന്നും മോഡിജിക്ക് മുസ്ലിങ്ങളോട് ഇഷ്ടമില്ലെന്നും കാണിക്കാനുള്ള ഒരു മീഡിയയുടെ മാജിക് എന്നോ മിമിക്കോ ഒക്കെ ആയിരുന്നുവെന്നും മോഡിജി നിങ്ങളുടെ ശത്രുവല്ല മിത്രമാണെന്നും മോഡിജി ഇന്ന് ലോകത്തിന്റെ രക്ഷകനാണെന്നും മോഡിജിയെ ലോകം മൊത്തം ശ്രദ്ധിക്കുകയാണെന്നും മോഡിജി ഇന്നൊരു ഫൈനൽ വേർഡാണെന്നും ലോക നേതാക്കൾ മോഡിജിയുടെ കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോഗ്രാഫ് എടുക്കാനും അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാനും കാത്തിരിക്കുകയാണെന്നും നമ്മളിവിടെ 90 ലക്ഷം മുസ്ലിങ്ങൾ മാറി നിൽക്കുമ്പോൾ, കേരളത്തിലാണ് ഞാൻ പറയുന്നത്, 90 ലക്ഷം മുസ്ലിങ്ങൾ മാറി നിൽക്കുമ്പോൾ മുസ്ലിം രാജ്യങ്ങളെല്ലാം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും ബ്രദർ എന്ന് വിളിക്കുകയും 13 ഇന്റർനാഷണൽ അവാർഡ് വാങ്ങിയ മോഡിജിയുടെ 7 ഇന്റർനാഷണൽ അവാർഡ് മുസ്ലിം രാജ്യങ്ങളിലാണെന്നുള്ളതും മോഡിജി ഇന്നൊരു വലിയ മോഡലാണെന്നുള്ളതും മോഡിജി ഒരു ഫിനോമിനൻ ആണെന്നുള്ളതും മോഡിജി ഇന്ന് 143 കോടി ആൾക്കാരുടെ രക്ഷകനല്ല, 805 കോടി ഗ്ലോബൽ പോപ്പുലേഷന്റെ രക്ഷകനാണെന്നുള്ളതും അദ്ദേഹത്തിന്റെ ഫിലോസഫി ഓഫ് ഗവേണൻസും ഫിലോസഫി ഓഫ് ഡെവലപ്മെന്റും ഫിലോസഫി യൂട്ടിലൈസിംഗ് ടെക്നോളജി ഒക്കെ മോഡൽ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. NDA ഗവൺമെന്റ്, BJP ലീഡ് ചെയ്ത NDA ഗവൺമെന്റ് 41, 42, 43, I tell you, everything is set in India for a 44, 3, 4, 5. BJP ഗവൺമെന്റിന് അധികാരത്തിൽ നിന്ന് പോകുമെന്ന് പറയാൻ പറ്റാത്ത വിധത്തില് നന്മകളുടെ അംശവും ഇൻക്ലൂഷന്റെ അംശവും ഡെവലപ്മെന്റിന്റെ അംശവും സയൻസിന്റെ അംശവും ടെക്നോളജിയുടെ അംശവും എല്ലാവരെയും ചേർത്ത് നിർത്തി 2047 കൂടി ഇന്ത്യയെ മോസ്റ്റ് ഡെവലപ്ഡ് നേഷനാക്കി മാറ്റുന്നതിന്റെ കഠിനാധ്വാനവും ഒക്കെ ചേർത്ത് വായിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ചിന്തിക്കൂ. മാറി നിൽക്കണോ, ചേർന്ന് നിൽക്കണോ, ഭരണത്തിൽ പങ്കാളിയാവണോ, നമുക്ക് അർഹപ്പെട്ട ഡെവലപ്മെന്റൽ ഫ്രൂട്ട്സ് നമ്മളോട് ചേർന്ന് ഹാർവെസ്റ്റ് ചെയ്യണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞു. 5 മിനിറ്റായി. നന്ദി, നമസ്കാരം. എനിക്ക് വരാമെന്ന് വേറെ പ്രോഗ്രാം വരാമെന്ന് മനസ്സിലാക്കി എല്ലാവരും നമ്മളോടൊപ്പം ഒരു തവണ ഇന്ത്യൻ രാജ്യത്ത് നമ്മുടെ അടുത്താണ് ഞാൻ രാഷ്ട്രീയത്തിൽ കളഞ്ഞില്ല.
പക്ഷേ ഇവിടുത്തെ ഇന്ത്യ ഗവൺമെൻറ്റായിട്ട് കൊണ്ട് അടുപ്പം വൈദ്യശാസ്ത്രത്തിൻ്റെ അടുപ്പം ഒരാളുകളെ ആധുനിക വൈദ്യശാസ്ത്രം അതിന് അഭിമുഖീകരിക്കുന്ന വളരെയധികം പ്രശ്നങ്ങൾ അതിൽ പറഞ്ഞാൽ പുറകോട്ട് അതിന് വൈദ്യശാസ്ത്രം അത് ഞങ്ങൾ പോയി പറയാം എല്ലാം നോക്കിക്കൊണ്ട് ഒരു ഇൻ്റർനെറ്റ് മെഡിസിൻ ഉണ്ടാകുന്നതിൽ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം എല്ലാ വലിയ ഞങ്ങൾ പറയുന്നത് എല്ലാ പ്രധാനത്തിലും അതിൻ്റേതായ ഉത്തരവാണ് ആദ്യമാണെങ്കിൽ അതിന് പുസ്തകത്തിന് അർത്ഥമാണ് പിന്നെ ഹോമിയോപ്പതി വേണ്ട ബോഡി മെഡിസിൻ ബോഡി മെഡിസിനുള്ളതാണ് അതിനെല്ലാം കൂടെ ഒന്നിട്ട് കഴിഞ്ഞിട്ട് ഒരു കാലം ആയിരത്തി അതിന് വൈദ്യുത ഡോക്ടർമാർക്ക് ഇന്റർനാഷണൽ പണ്ട് വിലയുള്ളത് ഇങ്ങനെയുള്ള മിക്കപ്പറ്റി പോവുകയാണെങ്കിൽ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ വില വളരെ കുറഞ്ഞു നിങ്ങൾക്ക് അതിനോട് ഞാൻ പറയുന്നുണ്ടോ അതുപോലെ തന്നെ പിന്നെ ഈ ആയുർവേദ സമയം കൊടുക്കുന്നു അവർ ആയുർവേദം പറഞ്ഞുകൊണ്ട് എന്നെ സജ്ജീകരിച്ചാൽ ആയുർവേദ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ശേഷം പ്രത്യേകം വേറെ പാസ്സായി അതിനുശേഷം മാത്രമേ പ്രാക്ടീസ് ഒരു യൂണിവേഴ്സിറ്റിയിൽ MBBS പാസ്സായി കുട്ടികളാണ് അവർ പിന്നെ പാസ്സായ ശേഷം മാത്രം പ്രാക്ടീസ് അത് ശക്തമായ വിദ്യാഭ്യാസമാക്കി അങ്ങനെയുള്ള പല രീതികളും ഞാൻ അറിയാൻ പോകുന്നില്ല പക്ഷേ പിന്നെ ഞങ്ങൾ വന്ന് കണ്ട് ഞങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് ഞങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ സഹായം വാക്കുകൾക്കും ഇവിടെ വന്നതിനാണ് ബഹുമാനപ്പെട്ട സീനിയർ ഡോക്ടർ പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ അടുത്ത കാലത്ത് റിഫോംസ് വന്നപ്പോൾ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. പല ഗ്രീവൻസും പല കോടതികളും കേട്ടിട്ടുണ്ട്. ഞാനൊരു ഇവിടെ നിങ്ങളുടെ MD ആയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നിൽ കൂടെ ഏൽപ്പിച്ചാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അംഗീകാരപ്പെടുന്ന രീതിയിൽ ശ്രമിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാവൂ. മറിച്ച് നിങ്ങൾ വിചാരിക്കുകയാണ് ഇയാളെ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ അർത്ഥത്തോടു കൂടിയുള്ള സമീപനം എടുക്കും. പ്രൈം മിനിസ്റ്റർ മോഡിക്ക് മലപ്പുറത്തിനെ മാറ്റണമെന്ന് പ്രത്യേക ആഗ്രഹമുണ്ട്. മൈനോറിറ്റി ഡിസ്ട്രിക്റ്റായ മലപ്പുറത്തിനെ മാറ്റണമെന്ന് പ്രത്യേക ആഗ്രഹമുണ്ട്. ഒരു MP ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 270 കാൻഡിഡേറ്റ്സിനെ ഡിക്ലെയർ ചെയ്തതിൽ അബ്ദുൽ സലാം only one മുസ്ലിം കാൻഡിഡേറ്റ്. അതിൻ്റെ പരിഗണന തന്നപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്തെങ്കിലും ഇവിടെ നിന്ന് ഒരു MP നിങ്ങൾ അയച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രത്യേക പരിഗണന കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ബുദ്ധിപരമായി ആലോചിച്ച് വോട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൂടെ ഞാനും ഉണ്ടാവും, നിങ്ങളെ MP ആയാലും ഇല്ലെങ്കിലും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പോയിക്കോട്ടെ. അജണ്ടയിലേക്ക് നമ്മുടെ അസോസിയേറ്റ് മാറ്റേഴ്സിലേക്ക് വരികയാണ്. മിനിറ്റ്സ് ഓഫ് ലാസ്റ്റ് മീറ്റിംഗ് ബൈ സെക്രട്ടറി. ഒരു 15 മിനിറ്റ് കൊണ്ട് തീർക്കാം. and Obama we decided to celebrate on 10 to 16 March with the help of Abhay Hospital and Restaurant Hospital in India. And Women's Day decided to celebrate on 7th March at 4:30 PM to 7:30 PM. And if the meeting was decided to go on 21st March, Thursday evening, and decided
communication skill workshop with the help of Dr. Asha Vajar on April last. And we decided not to give any financial help to municipalities for any reason. IMA can give only manpower and our corporate support to politicians. Thank you. നമ്മുടെ അജണ്ട ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അജണ്ട കിഡ്സ് സമ്മർ ക്യാമ്പാണ്. അപ്പം ആശിഷ് നായരാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കൺവീനർ ഫ്രം April 15 to May 15. അപ്പോൾ നമുക്കൊരു ചെയർപേഴ്സൺ വേണം, ഒരു എനർജറ്റിക് ആയിട്ടുള്ള ചെയർപേഴ്സൺ. മാഡം കൊച്ചു മാഡം